കാത്തിരിപ്പുകൾക്കൊടുവിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ കർഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇത്തവണ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. സാധാരണ ലഭിക്കേണ്ട മഴയുടെ അളവിൽ വലിയ കുറവുണ്ടാകുമെന്ന സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 90% മഴ മാത്രമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. മഴയുടെ അളവ് ഇതിലും കുറയാൻ 60% വരെ സാധ്യതയുണ്ട് എന്നത് ആശങ്കയുടെ ആഴം കൂട്ടുന്നു. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകുന്ന എൽ നിനോ പ്രതിഭാസം ഇത്തവണ കാലവർഷക്കാലത്ത് സജീവമാകുന്നതാണ് മഴ കുറയാൻ പ്രധാന കാരണം. കാലവർഷത്തിന്റെ താളം തെറ്റിക്കുന്ന ആഗോള പ്രതിഭാസമായ എൽ നിനോ ഇത്തവണ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആകെ ആശങ്കയുടെ നിഴലിലാഴ്ത്തുന്നു. സമുദ്ര ഉപരിതലത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനം അന്തരീക്ഷ ചുഴലികളെയും മേഘരൂപീകരണത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇത് മഴമേഘങ്ങളുടെ വരവിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മെയ് 26-ന് കാലവർഷമെത്തുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനമെങ്കിലും പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അന്തരീക്ഷ വ്യതിയാനങ്ങൾ മൂലം ഇത് വൈകുകയായിരുന്നു. നിലവിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിലും ലക്ഷദ്വീപ്, കന്യാകുമാരി തീരങ്ങളിലും കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. അനുകൂല സാഹചര്യമുണ്ടായാൽ അടുത്ത 4 ദിവസത്തിനുള്ളിൽ ഇത് കേരളക്കര തൊടും. മഴയുടെ ഈ കുറവ് സംസ്ഥാനത്തെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നെൽകൃഷി ഉൾപ്പെടെയുള്ള ഇടവിളകളെയും നാണ്യവിളകളെയും ഇത് ദോഷകരമായി ബാധിക്കും. ജൂൺ മാസത്തിൽ വിതയ്ക്കേണ്ട കർഷകർ മഴ കുറയുമെന്ന മുന്നറിയിപ്പോടെ വലിയ ആശങ്കയിലാണ്. മഴയുടെ അളവിൽ നേരിയ കുറവുണ്ടായാൽ പോലും അത് ഭൂഗർഭ ജലനിരപ്പിനെ ബാധിക്കും. വരും മാസങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിനും കൃഷിനാശത്തിനും ഇത് കാരണമായേക്കാം. കാർഷിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് നിലവിൽ പെയ്യുന്ന കനത്ത മഴ കണ്ട് കാലവർഷം എത്തിയെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പവും താപനില വ്യതിയാനവും മൂലമുള്ള ശക്തമായ പ്രീ മൺസൂൺ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാലവർഷത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ മൺസൂൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും കാലവർഷ വരവിന് മുന്നോടിയായി കേരളത്തിൽ വ്യാപക മഴ തുടരുകയാണ്. ജൂൺ 5 വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മഴ കുറയുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദന മേഖലയ്ക്കും വലിയ തിരിച്ചടിയാകും. നിലവിൽ KSEBയുടെ പ്രധാന ഡാമുകളിലെല്ലാം ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. ജൂണിൽ പ്രതീക്ഷിച്ച രീതിയിൽ മഴ തീരെ കുറഞ്ഞാൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത വൈദ്യുതി പ്രതിസന്ധി മൂലം ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ആഭ്യന്തര ഉൽപാദനം കുറയുന്നതോടെ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയും വരുന്നുണ്ട്. ഇത് KSEBയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. വരും ദിവസങ്ങളിലെ മഴയുടെ ഗതി നോക്കി മാത്രമേ ബോർഡിന് തുടർ നടപടികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കൂ. വ്യാപകമായ മഴയുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്.